നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യൻ പണമുണ്ടാക്കാനായി ആരോഗ്യം ത്യജിക്കുന്നു, തുടർന്ന് ആരോഗ്യം വീണ്ടെടുക്കാനായി പണം ത്യജിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക മൂലം ഇന്നത്തെ ജീവിതം ആസ്വദിക്കുന്നില്ല. ഒരിക്കലും മരിക്കില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്നു, എന്നിട്ട് ഒരിക്കലും ജീവിക്കാതെ മരിച്ചു പോകുന്നു. മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടികളായിരുന്നു KPSC ലളിതയും സുബി സുരേഷും. അവരുടെ ജീവിത വഴികളുടെ അനുസ്മരണമാകട്ടെ ഈ എപ്പിസോഡ്. ഫെബ്രുവരി 22 നമുക്ക് സിനിമാ മേഖലയിൽ ദുഃഖവും നഷ്ടവും സമ്മാനിച്ച ദിവസമാണ്. 2022 ഫെബ്രുവരി 22 തീയതിയാണ് KPSC ലളിത എന്ന ആ വലിയ കലാകാരി ജീവിതത്തിൽ നിന്നും സിനിമയിൽ നിന്നും പറന്നകന്നത്. അതുപോലെ തന്നെ 2023 ഫെബ്രുവരി 22 തീയതിയായിരുന്നു ടെലിവിഷൻ ചാനലുകളിലൂടെയും സിനിമകളിലൂടെയും നമുക്ക് സന്തോഷവും ചിരിയും പകർന്നു തന്ന നമ്മുടെ പ്രിയപ്പെട്ട സുബി സുരേഷിന്റെ വേർപാട്. ഇവർക്ക് രണ്ടുപേർക്കും കരൾ സംബന്ധമായ അസുഖങ്ങളും മറ്റ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ലളിത ചേച്ചിയെ സംബന്ധിച്ച് ജീവിതത്തിലെ എല്ലാ മേഖലകളിലൂടെയും സഞ്ചരിച്ച വ്യക്തിയാണ്. വിവാഹം, ഭർത്താവ്, കുടുംബം, കുട്ടികൾ, കൂടാതെ കരിയറിൽ ഉയർച്ച താഴ്ചകളും രാഷ്ട്രീയവും ഒക്കെയായി 74 വയസ്സ് വരെ ജീവിച്ച് ജീവിതം എന്തെന്നറിഞ്ഞ ശേഷമായിരുന്നു മടക്കയാത്ര. എന്നാൽ സുബിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിന്റെ കടുത്ത പ്രതിസന്ധികളിൽ നിന്നും ഒരുവിധം കരകയറി സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുവാനുള്ള അതിയായ ആഗ്രഹവും മോഹവുമായി 41 വയസ്സിൽ അകാലത്തിൽ പൊലിയുകയാണ് ഉണ്ടായത്. അത് അവരെ സ്നേഹിച്ച എല്ലാവർക്കും തീരാ വേദന സമ്മാനിക്കുന്ന ഒരു വേർപാടായിരുന്നു. സൗന്ദര്യം സംരക്ഷിക്കുന്ന കാര്യത്തിലും അവർ ചെയ്യുന്ന ജോലിയുടെ കാര്യത്തിലും വളരെ ശ്രദ്ധാലുവും കൃത്യനിഷ്ഠ പാലിക്കുന്ന ആളുമായിരുന്നുവെങ്കിലും സ്വന്തം ആരോഗ്യ കാര്യത്തിൽ ഒട്ടും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. ആ ശ്രദ്ധക്കുറവാണ് സുബിയെ ഒരു രോഗിയാക്കി മാറ്റിയതെന്ന് നിസ്സംശയം പറയാം. അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അവർ തന്നെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു: ഞാനൊന്ന് വർക്ക്ഷോപ്പിൽ കയറി. എന്റെ കയ്യിലിരിപ്പ് നല്ലതല്ലാത്തത് കൊണ്ടാണ് ഞാൻ വർക്ക്ഷോപ്പിൽ ഒന്ന് കയറേണ്ടി വന്നത്. വേറൊന്നുമല്ല, സമയത്ത് ഭക്ഷണം കഴിക്കുക, മരുന്ന് കൃത്യസമയത്ത് കഴിക്കുക എന്നിങ്ങനെയുള്ള യാതൊരു ശീലവും എനിക്കില്ല. ഈ വരികളാണ് അവർ ആശുപത്രിയിൽ കിടന്നുകൊണ്ട് കുറിച്ചത്. ഇതൊരിക്കലും ഇത്രയും ഗൗരവമുള്ള കരൾ കിഡ്നി രോഗത്തിലേക്ക് അവരെ തള്ളിവിടുമെന്ന് അവർ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. സുബി പറയുന്നു, ഭക്ഷണം കഴിക്കാൻ അമ്മ നിർബന്ധിച്ചാൽ പോലും കഴിക്കാറില്ല. എപ്പോഴെങ്കിലും തോന്നിയാൽ അല്പം എന്തെങ്കിലും കഴിക്കും. ആ ദുശീലമാണ് എന്നെ വീഴ്ത്തിയത്. കൃത്യമായ ആഹാരം കഴിക്കാത്തത് കൊണ്ട് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഭയങ്കരമായി. കൂടാതെ മഗ്നീഷ്യവും പൊട്ടാസ്യവും സോഡിയവും എല്ലാം ശരീരത്തിൽ കുറഞ്ഞു. ഇതെല്ലാം തന്നെ അവരെ കടുത്ത രോഗത്തിലേക്ക് നയിക്കാനുള്ള കാരണങ്ങളായിരുന്നു. സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാതെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അവർ കഷ്ടപ്പെട്ടത് മുഴുവൻ തന്റെ കുടുംബത്തെ രക്ഷിക്കുക എന്നതിനു വേണ്ടിയായിരുന്നു. സുബിയുടെ കഷ്ടപ്പാടിന്റെ ഫലമായി ആ കുടുംബം ഒരുവിധം നല്ല രീതിയിൽ രക്ഷപ്പെടുകയും ചെയ്തു. വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന അവർ സ്വന്തമായി സ്ഥലം വാങ്ങി അതിൽ 2 നിലയുള്ള ഒരു വീട് കെട്ടിപ്പടുത്ത് അതിൽ താമസവുമാക്കി. ഇനി ഒരു വിവാഹമൊക്കെ ആകാമെന്ന കണക്ക് കൂട്ടലോടുകൂടി മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി. താൻ പ്രണയിച്ചിരുന്ന രാഹുലിനെ വിവാഹം കഴിക്കാനും തീരുമാനിച്ചുറപ്പിച്ചു. ആ ഉറപ്പിന്മേൽ രാഹുൽ താലിമാലയും വാങ്ങിവെച്ചു. എന്നാൽ അത് അവളുടെ കഴുത്തിൽ അണിയിക്കുവാനും അവരൊന്നാകുവാനും വിധി അവരെ അനുവദിച്ചില്ല. എല്ലാ മോഹങ്ങളെയും തന്റെ പ്രിയപ്പെട്ടവനെയും ബന്ധുക്കളെയും എല്ലാം ഉപേക്ഷിച്ച് ആ പാവത്തിന് മടങ്ങേണ്ടി വന്നു. സുബി എന്ന കലാകാരിക്ക് ജീവിത വഴികൾ തുറന്നു കൊടുക്കുവാൻ കാരണമായത് ഏഷ്യാനെറ്റിലെ സിനിമാല എന്ന പ്രോഗ്രാമും അതിന്റെ നിർമ്മാതാവായ ഡയാന സിൽവസ്റ്ററുമായിരുന്നു. ഡയാന ഇതേക്കുറിച്ച് എന്നോട് പറഞ്ഞത്, സിനിമാലയിൽ ജയനും സീമയും ചേർന്നുള്ള ഒരു ഗാനരംഗം അവതരിപ്പിക്കാൻ ഒരു പെൺകുട്ടിയെ വേണമായിരുന്നു. അന്ന് ആ ഷോയിൽ ഉണ്ടായിരുന്നവർ ഹരിശ്രീ മാർട്ടിൻ, സാജു കുടിയൻ, തോമസ് തോപ്പിൽക്കുടി, ടിനി ടോം എന്നിവരായിരുന്നു. ടിനി ടോമാണ് ഡയാനയോട് പറയുന്നത്, സെന്റ് തെരേസ്യാസ് കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, നന്നായി ഡാൻസ് ചെയ്യുന്ന കുട്ടിയാണ്. അങ്ങനെ ഡാൻസിന് വേണ്ടി കൊണ്ടുവന്ന ആ കുട്ടിയുടെ സ്വഭാവ രീതികൾ കണ്ടപ്പോൾ ഡയാന പറഞ്ഞു, ഇയാൾക്ക് കോമഡി ചെയ്യാൻ സാധിക്കുമെന്ന്. ഇത് കേട്ട് സുബി ഡയാനയോട് ചോദിച്ചു, ചേച്ചി എന്നെ കളിയാക്കുകയാണോ എന്ന്. എന്നാൽ പിന്നീട് ഡയാന പറഞ്ഞത് ശരിവെക്കുന്നതായിരുന്നു അവരുടെ കോമഡിയിലേക്കുള്ള കടന്നുവരവും അതിലുള്ള ഉയർച്ചയും. സുബിയുടെ ജീവിത ഉയർച്ചകളുടെ പാത തെളിയിക്കാൻ നിദാനമായ വ്യക്തി ഡയാന തന്നെയാണ്. അതിന്റെ സ്നേഹവും കടപ്പാടുമൊക്കെ സുബിക്ക് മരിക്കുന്നത് വരെ ഡയാനയോടുണ്ടായിരുന്നു. സുബിയെ പറ്റി പറയുമ്പോൾ ഡയാനയ്ക്കും 100 നാവാണ്. ആ സംസാരത്തിൽ സുബിയോടുള്ള സ്നേഹവും ഇഷ്ടവും നമുക്ക് കാണാൻ സാധിക്കും. സിനിമാല എന്ന പ്രോഗ്രാമിന്റെ 1000
എപ്പിസോഡ് തികഞ്ഞ ഫംഗ്ഷനിൽ വെച്ച് സുബി വേദിയിൽ പ്രസംഗിച്ചു. സിനിമാല എന്ന പരിപാടി ഇല്ലായിരുന്നുവെങ്കിൽ സുബി എന്ന കലാകാരി ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല എന്ന്. സുബിയോടൊപ്പം ഷോയിൽ പങ്കെടുത്തിട്ടുള്ളതും അഭിനയിച്ചിട്ടുള്ളതുമായ എല്ലാ കലാകാരന്മാരും അവരുടെ നന്മ നിറഞ്ഞ മനസ്സിനെയും സ്നേഹത്തെയും കുറിച്ച് വാതോരാതെ സംസാരിക്കാറുണ്ട്. അവർക്കെല്ലാം സുബിയുമായി ബന്ധപ്പെട്ട ഓരോ അനുഭവ കഥകൾ പറയുവാനും ഉണ്ടാകും. സുബിയെക്കുറിച്ച് പിഷാരടി പറയുന്നത്, സുബിക്ക് ഡാൻസും അഭിനയവും ആങ്കറിങ്ങും മാത്രമല്ല, സ്വന്തമായി ഒരു ബിസിനസ്സും ഉണ്ടായിരുന്നു. സാധാരണ നടിമാർ ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ ചുരിദാർ കച്ചവടമോ മേക്കപ്പ് സാധനങ്ങളുടെ കച്ചവടമോ സാരി കച്ചവടമോ ഒക്കെ ആയിരിക്കും ചെയ്യുക. എന്നാൽ സുബി ചെയ്തിരുന്നത് 2 ടിപ്പർ ലോറികൾ വാങ്ങി വാടകയ്ക്ക് കൊടുക്കുക എന്നതായിരുന്നു. ഇതുപോലെ തന്നെ നടി മഞ്ജു പിള്ളയും വേറിട്ടൊരു ബിസിനസ്സാണ് ചെയ്തിരുന്നത്, പോത്ത് കച്ചവടം. പോത്തിനെ വളർത്തി വലുതാക്കി കച്ചവടം ചെയ്യുക. ഈ ബിസിനസ്സുകളൊന്നും നടിമാരിൽ നിന്നും സാധാരണ ആരും പ്രതീക്ഷിക്കാത്തതാണെന്നാണ് പിഷാരടി പറയുന്നത്. സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുട്ടിപ്പട്ടാളം എന്ന പരമ്പരയെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മുടെ സുബിയുടെ മുഖമാണ്. കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആ ഷോ വലിയൊരു വിജയമായിരുന്നല്ലോ. ആ പ്രോഗ്രാം ഇത്രയും ജനപ്രീതി നേടാനുള്ള കാരണം സുബിയുടെ അവതരണ ശൈലിയായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ കൈനിറയെ പ്രോഗ്രാമുകളുമായി കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയത്താണ് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്നത്. സുബിയുടെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. അന്നത്തെ ജാർഖണ്ഡ് പരിപാടിക്ക് പോയില്ലായിരുന്നുവെങ്കിൽ സുബി ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു എന്ന്. ബിലി റൂബിൻ ലെവല് വളരെ കൂടിയിരുന്ന സമയത്താണ് ജാർഖണ്ഡിലെ പ്രോഗ്രാമിന് പോകുവാൻ ഡോക്ടർ അനുവാദം നൽകിയത്. യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഉടൻ സുബിക്ക് അസുഖം കൂടുകയും ICUവിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അവിടെ നിന്നും അവളെ ജീവനോടെ തിരിച്ചു കൊണ്ടുപോരാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ആ അമ്മ വിലപിക്കുന്നുണ്ടായിരുന്നു. ആ അമ്മയുടെ വാക്കുകൾ സത്യം തന്നെയാണ്. രോഗത്തിന്റെ കാഠിന്യം അറിയാമായിരുന്ന ഡോക്ടർ ആ യാത്ര തടയേണ്ടതായിരുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ആ വേർപാടിന് ഇന്നേക്ക് 3 വർഷം തികയുകയാണ്. ഒപ്പം ലളിത ചേച്ചിയുടെ വേർപാടിന് 4 വർഷവും. ഞാൻ മരിച്ചുപോയാൽ എന്നെ ഓർക്കുമോ? അടൂർ ഗോപാലകൃഷ്ണന്റെ മതിലുകൾ എന്ന ചിത്രത്തിൽ KPS ലളിത മറഞ്ഞുകൊണ്ടിരുന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. അതിന് മറുപടി പറയുന്നത് ബഷീർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മമ്മൂട്ടിയാണ്. ബഷീർ പറയുന്നത്, പ്രിയപ്പെട്ട നാരായണി, മരണത്തെപ്പറ്റി ഒന്നും പറയാൻ സാധ്യമല്ല. ആരെപ്പോൾ എങ്ങനെ മരിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. ലളിത ചേച്ചിയുടെ വലിയ ഒരു ആഗ്രഹമായിരുന്നു അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കുക എന്നത്. എന്നാൽ ചേച്ചിയുടെ ആഗ്രഹം നടന്നില്ല. മതിലുകൾ എന്ന ചിത്രത്തിൽ ബഷീർ പറഞ്ഞതുപോലെ മരണത്തെപ്പറ്റി ഒന്നും പറയാൻ സാധ്യമല്ല. ആര് എപ്പോൾ എങ്ങനെ മരിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. ഞാൻ മരിച്ചുപോയാൽ എന്നെ ഓർക്കുമോ എന്നുള്ള ലളിത ചേച്ചിയുടെ ചോദ്യത്തിന് ഉത്തരം ഒന്നേയുള്ളൂ. മലയാള സിനിമ നിലനിൽക്കുന്നിടത്തോളം കാലം KPSC ലളിത എന്ന അഭിനേത്രിക്ക് മരണമില്ല. സുബിയുടെയും ലളിത ചേച്ചിയുടെയും ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.